ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേഷ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് തനി നാടൻ വിഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കൊരു വാഴക്കുടപ്പനൊക്കെ ഒടിച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിത് തോരൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഇത് തോരൻ വയ്ക്കുന്നത് മാത്രമായിട്ടല്ല, നമ്മൾ കുക്കറിൽ കുറച്ച് ഉണക്കപ്പയറിട്ട് കഴിഞ്ഞിട്ട് വിസിലടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഒരു 3 വിസിലാണ് അടുപ്പിച്ചിട്ടുള്ളൂ. ഈ ഒരു സമയം കൊണ്ട് രമേശേണ്ണാണ് വാഴക്കുടപ്പനൊക്കെ നല്ല കുനുകുനാന്ന് അരിഞ്ഞ് തന്നിട്ടുണ്ട് കേട്ടോ. അതിൽ ഉപ്പും വെളിച്ചെണ്ണയും കൂടിയിട്ട് കൂട്ടി തിരുമ്മിയും കഴിഞ്ഞ് അങ്ങനെ വെക്കും. അത് കൂട്ടി തിരുമ്മുന്നതാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കറ പോലെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അതൊക്കെ മാറിക്കിട്ടും കേട്ടോ. പിന്നെ അതാ ഒരു ചെറിയ സവാളയും അതുപോലെ തന്നെ വേപ്പിലയും ഒക്കെ ഇട്ടും കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതങ്ങോട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് കുക്കറിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. പയറുതാ പാകത്തിനാണ് വെന്തിരിക്കുന്നത്. നല്ല പോലെ വെന്തുടയരുത് കേട്ടോ. നല്ല മണിമണിയായിട്ട് തന്നെ കിടക്കണം. അപ്പോഴാണ് അതിനൊരു നല്ല കടിക്കാനും ഒക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അങ്ങനെ സവാളയൊക്കെ ഇതാ വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് നാളികേരമൊക്കെ ചെരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നേരം വെളുത്ത് കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ 2-3 മഴകൾ, അതും നല്ല ഗംഭീര മഴകളൊക്കെ പെയ്തു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും അല്ലേ. മാനമൊക്കെ അങ്ങോട്ട് മഴക്കാരി വന്ന് അങ്ങോട്ട് മൂടി കെട്ടിക്കഴിയുമ്പോൾ എന്തോ പോലെ രാത്രി പോലെയാണ് തോന്നുക കേട്ടോ. നേരം വെളുത്ത് വരുന്ന സമയമാണെങ്കിൽ അങ്ങനെയൊക്കെ തോന്നുള്ളൂ. അതുപോലെ തന്നെ അങ്ങോട്ട് ഭയങ്കര ഹുങ്കാര ശബ്ദത്തിലാണ് പെയ്തൊക്കെ ഇരിക്കുക കേട്ടോ. പിന്നെ അങ്ങോട്ട് കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. വീണ്ടും കുറച്ച് സമയം ഒരു ഗ്യാപ്പ് വരും, വീണ്ടും മഴ, ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതാ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു വാഴക്കുടപ്പൻ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പയറിൽ ഞാൻ ഉപ്പിട്ടിട്ടല്ല വേവിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ഇത് മാത്രം, ഇപ്പോൾ ഈ കുടപ്പം മാത്രം ഇട്ടിട്ട് നമ്മൾ ഈ വെച്ചിരുന്ന വാഴയില തന്നെ വെച്ചും കഴിഞ്ഞിട്ട് അടച്ച് വെച്ചും കഴിഞ്ഞിട്ട് അതിന് മുകളിലൊരു പാത്രവും വെച്ചും കഴിഞ്ഞ് അടച്ച് നമ്മൾ സിമ്മിലിടാണ് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നല്ല ഇങ്ങനെ ആവിയിൽ വെന്ത പോലെ ഇതിങ്ങനെ വെന്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അടിയിലൊന്നും പിടിക്കില്ല, കാരണം ലേശം വെളിച്ചെണ്ണയൊക്കെ ഉണ്ട്. പിന്നെ വാഴയിൽ മൂടി വെച്ചിരിക്കുമ്പോൾ അതിൽ നിന്നുള്ള ആവി തട്ടിയിട്ടുള്ള ലേശം വെള്ളമൊക്കെ ആയിട്ട് അത് നല്ല രീതിക്ക് തന്നെ കിട്ടും കേട്ടോ. അങ്ങനെ കുറച്ച് സമയം അടച്ച് മൂടി വെച്ചും തുറന്നൊക്കെ നമ്മൾ ഇളക്കും കേട്ടോ. അതിന് ശേഷം അത് തുറന്നിട്ട് നമുക്കതിൽ പയറും അതുപോലെ തന്നെ നാളികേരവും ചേർത്തും കഴിഞ്ഞ് ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ ഒന്ന് അടച്ച് മൂടി വയ്ക്കുക കേട്ടോ. അങ്ങനെ അടിപൊളി തോരനായിരിക്കും ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ വയറിന്, ഈ കുടപ്പനൊക്കെ കഴിക്കുന്നത്. പിന്നെ ഇതുപോലുള്ള സമയത്ത് നമ്മൾ മുതിരി ഇട്ടും കഴിഞ്ഞിട്ട് ഇത് വെക്കാം. പയർ മാത്രമല്ല, മുതിരി ഇട്ടും കഴിഞ്ഞിട്ട് ഇങ്ങനെ വെക്കാം കേട്ടോ. മുതിരിയും ഈ തണുപ്പ് കാലത്ത് ബെസ്റ്റാണ് കഴിക്കാനായിട്ട്. അങ്ങനെ എല്ലാം നമ്മൾ കാശ് കൊടുത്ത് വാങ്ങാതെ ഇടയ്ക്കൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ, കുടപ്പനോ അതുപോലെ തന്നെ ഉണ്ണിപ്പിണ്ടിയോ അതൊക്കെ വെച്ചും കഴിഞ്ഞിട്ട് നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അത് ഒരു രുചി തന്നെയാണ്. എല്ലാം നമ്മളിങ്ങനെ വാങ്ങി തന്നെ വെച്ചാൽ പോരല്ലേ. ഇടയ്ക്കൊക്കെ തനി നാടൻ കറികളൊക്കെ വെക്കണം. അത് വായിക്ക് നല്ലൊരു രുചി തരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഈ സമയത്ത് മഴ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോഴിമക്കളെയൊക്കെ തുറന്നു വിട്ടു. അപ്പോൾ ഇന്നലെ ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു ബാക്കിയുള്ള കോഴികൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ കോഴിമക്കൾക്ക് രോഗം വന്നു കഴിഞ്ഞിട്ട് ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ വാങ്ങി നമ്മൾ കൊടുത്തെങ്കിലും അവയൊക്കെ ചത്തുപോവുകയാണ് ചെയ്തത് കേട്ടോ. ആ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് വിഷമമാണ് കേട്ടോ. അപ്പോൾ ഇനി മഴയൊക്കെ മാറിയിട്ട് നമുക്ക് പുതിയ കോഴികളെയൊക്കെ വാങ്ങണം. അപ്പോൾ ഞാനൊരു ചക്കയൊക്കെ ഇട്ടു. ഞാനും അമ്മയും കൂടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ നന്നാക്കി എടുത്തത്. അപ്പോൾ ഉച്ചതിരിഞ്ഞ് നമുക്ക് ചായക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ഒരു സമയത്താണ് നമ്മളിതൊക്കെ റെഡിയാക്കിയൊക്കെ എടുത്തത് കേട്ടോ. അപ്പോൾ ഇത് ചെറിയൊരു ചക്കയായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നാവാം. നമ്മുടെ പ്ലാവിലാണെങ്കിൽ ഇഷ്ടം പോലെ ചക്കകളുണ്ടല്ലോ. പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ ആർക്കും വേണ്ട. അപ്പോൾ പിന്നെ നമുക്ക് ഓരോ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇട്ടിങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഒന്നാമത്തെ മഴയൊക്കെ ആയിരിക്കുമ്പോൾ ഉച്ചതിരിഞ്ഞൊക്കെ മഴ കണ്ടുകൊണ്ട് നമുക്ക് ചക്കുപ്പേരിയും ചായയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല രസമാണല്ലോ. അങ്ങനെ ചക്കയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ മൂപ്പനുസരിച്ച് ചിലപ്പോൾ കുഴഞ്ഞു പോവും, ചിലപ്പോൾ അത് ഒറ്റയായിട്ട് കിടക്കും കേട്ടോ. എനിക്ക് കുഴഞ്ഞ് കിടക്കുന്നത് ഇഷ്ടമൊന്നുമല്ല കേട്ടോ, നേരെ കിടക്കുന്നത് തന്നെയാണ് ഇഷ്ടം. അങ്ങനെ നമ്മളൊന്ന് അടച്ച് മൂടി വെച്ചും കഴിഞ്ഞിട്ട് ഒന്ന് വേവിക്കുകയാണ് കേട്ടോ. 2 ആവി കൊള്ളുമ്പോഴേക്കും
അപ്പോൾ നമ്മളാണെങ്കിൽ ഇന്നലെ വെച്ച മീൻ കറി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചക്കുപ്പേരി വെച്ചിട്ട് മീൻ കറിയുടെ ആ ഒരു ചാറൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ രമേശേട്ടനാണെങ്കിൽ മീൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുമ്പോൾ ഇന്ന് ചായക്ക് ഇതാണ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അങ്ങനത്തെ ആ ഉള്ളിയൊക്കെ നമ്മൾ ചതച്ചെടുത്തിട്ട് തന്നെയാണ് ഈ കറി കാച്ചാനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ചതച്ചിട്ട് അങ്ങോട്ട് കാച്ചിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ചക്കയൊക്കെ നമ്മളിത് അതിലേക്ക് ചെരിഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ചീനച്ചട്ടി ചക്കുപ്പേരിയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും മമ്മിയും ഇനി ചായ കുടിക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് മഴ ഇങ്ങനെ പെയ്ത്തിട്ട് വരാണ് കേട്ടോ. മഴ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഹുങ്കാര ശബ്ദത്തിലാണ് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കോഴിമക്കളൊക്കെ ഈ സമയത്ത് ഓടി ഒളിച്ച് കാറിൻ്റെ ചോട്ടിലും അങ്ങനെ സൈഡുകളിലൊക്കെ ആയിട്ട് കയറി നിൽക്കും കേട്ടോ. മഴയില്ലാത്ത സമയത്താണെങ്കിൽ അവർ മുറ്റത്തൊക്കെ ചിക്കിച്ചകഞ്ഞ് അങ്ങനെയൊക്കെ നടക്കും കേട്ടോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യും, ഇടയ്ക്കിടയ്ക്ക് തോരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കോഴിമക്കൾ ഇറങ്ങും, അല്ലാത്തപ്പോൾ അവർ കയറി നിൽക്കും. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ചങ്ങോട്ട് ആ കാറ്റും ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മഴ ഇങ്ങനെ പെയ്യുന്നത് നോക്കി നിൽക്കാനായിട്ട് ഒരു രസമാണ് കേട്ടോ. പക്ഷേ ഈ കാറ്റൊന്നും ഒരു രക്ഷയില്ല. ഇപ്രാവശ്യത്തെ മഴയ്ക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കാറ്റൊക്കെയാണ് കേട്ടോ. അതുപോലെ തന്നെ ചില സമയത്താണ് ഇടിവെട്ടും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇടിവെട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കറണ്ടൊക്കെ വന്നും പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതും ഒരു പ്രയാസം തന്നെയാണ് കേട്ടോ. അപ്പോൾ രമേശേട്ടൻ വരുന്നത് നോക്കിയിട്ട് കാറിൻ്റെ മുകളിൽ നമ്മുടെ മൗഗ്ലിക്കുട്ടൻ നോക്കിയൊക്കെ എടുക്കായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ രമേശേട്ടൻ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ കട്ടൻ ചായ വെക്കാനായിട്ട് പോകാമായിരുന്നു. അങ്ങനെ കട്ടൻ ചായയൊക്കെ റെഡിയാക്കിയിട്ട് ഈ ഒരു സമയത്ത് അമ്മയാണെങ്കിൽ ചുവന്നുള്ളി കുറച്ച് തൊലിയൊക്കെ കളഞ്ഞും കഴിഞ്ഞിട്ട് വെക്കുകയാണ് കേട്ടോ. കാരണം അതിനൊരു ഈർപ്പമുള്ള പോലെ തോന്നി. അപ്പോൾ പിന്നെ നമ്മൾ വേഗം തന്നെ അത് തൊലിയൊക്കെ കളഞ്ഞും കഴിഞ്ഞിട്ട് വൃത്തിയാക്കി എടുത്തും കഴിഞ്ഞിട്ട് ഒരു ബോക്സിലാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. രമേശേട്ടൻ മഴയത്തൊക്കെയാണല്ലോ ഇതൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നത്. അപ്പോൾ ആ ഒരു ഈർപ്പൊക്കെ തട്ടിയിട്ടായിരിക്കും അതൊക്കെ അങ്ങനെ പെട്ടെന്ന് ചീത്തയാവണ പോലെ തോന്നും. വെളുത്തുള്ളി വാങ്ങിക്കൊണ്ട് വന്നത് അങ്ങനെ ഈർപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല രീതിക്ക് തന്നെ ഇരിക്കുന്നുണ്ട്. ചുവന്നുള്ളി പക്ഷെ നനഞ്ഞ പോലെയാണ് ഇരിക്കുന്നത്. അതങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി പെട്ടെന്ന് തന്നെ അത് മുളയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് നമ്മൾ റെഡിയാക്കുന്നത് കേട്ടോ. രമേശേട്ടന് ലേശം ചക്കുപ്പേരി മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചെടുത്തും കഴിഞ്ഞിട്ട് കട്ടൻ ചായയും കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിക്കാനായിട്ട് കൊടുത്തു. രാത്രിയായപ്പോൾ ഭയങ്കര മഴയായിട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കറണ്ട് ഇടയ്ക്കൊക്കെ വരികയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേഗം തന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അതിന് ശേഷം ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് സ്റ്റൗവൊക്കെ ക്ലീനാക്കി. അപ്പോൾ രമേശേട്ടൻ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഭൂമിയിൽ ഒരു രാജ്യങ്ങളിലും യുദ്ധങ്ങളും മറ്റും ഉണ്ടാവില്ലേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് നമുക്ക് കേട്ടോ. കാരണം ഇനി ഒരു വേൾഡ് വാറൊന്നും ഉണ്ടാക്കാനായിട്ടുള്ള ഇടവരല്ലേ. നമുക്ക് ഇന്നാൾ തന്നെ ഒരു യുദ്ധമൊക്കെ വന്നപ്പോൾ തന്നെ നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചതാണല്ലേ. ഈ ലോകത്തെ ഏറ്റവും വേണ്ടുന്നത് സമാധാനം തന്നെയാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു ഹിസ്റ്ററി ടീച്ചർ ആയതുകൊണ്ട് തന്നെ ഈ യുദ്ധങ്ങളുടെ കാര്യങ്ങൾ ഉണ്ടാവാനുള്ള കാരണങ്ങൾ, യുദ്ധത്തിൻ്റെ ഗതി, അതിൻ്റെ ഫലങ്ങൾ അങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ടുമുണ്ട്. ഞാൻ പഠിച്ചിട്ടുമുണ്ട്, പഠിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നുള്ള കാര്യങ്ങൾ ഉണ്ടാവാതെ സമാധാനപൂർണ്ണമായിട്ടുള്ളൊരു ജീവിതം നമുക്ക് ഉണ്ടാവണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാവരും അങ്ങനെയുള്ള ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കണം കേട്ടോ. അല്ലാതെ നമുക്ക് മാത്രം നന്നാവാൻ, നമ്മുടെ കുടുംബത്തിന് നന്നാവാൻ മാത്രമല്ല, ലോകത്ത് സമാധാനം ഉണ്ടാവാനും നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം.